ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നാടിന് സമർപ്പിച്ചപ്പോൾ അതിലൊരു രാഷ്ട്രീയ വിവാദം കൂടി ഉൾപ്പെടുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു റോഡിന്റെ നിർമ്മാണം. ഈ റോഡാണ് മുഖ്യമന്ത്രി തുറന്നു നൽകിയത്. എന്നാൽ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി എന്നത്. പൂർണ്ണമായും പണം നൽകിയത് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഏകോപന ചുമതല സംസ്ഥാന സർക്കാരിനായിരുന്നു. ഇത്തരമൊരു റോഡിന്റെ ഉദ്ഘാടന പരസ്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനകളുമില്ല. കേരളത്തിന്റെ പദ്ധതി പോലെ ഇത് അവതരിപ്പിച്ചു എന്നതാണ് വസ്തുത. സംസ്ഥാനത്ത് എല്ലായിടത്തും സ്മാർട്ട് റോഡ് വ്യാപിപ്പിക്കാനാണ് സർക്കാരിന്റെ ആലോചനയത്രേ. സ്മാർട്ട് റോഡ് നിർമ്മാണ വേളയിലെ കാലതാമസം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. എല്ലാം മറികടന്ന് 7 വർഷങ്ങൾ കൊണ്ടാണ് പദ്ധതി പൂർത്തിയാക്കുന്നത്. പേരിൽ മാത്രമല്ല സ്മാർട്ട്, വൈദ്യുതി ലൈൻ ഉൾപ്പെടെ കേബിളുകൾ ഭൂമിക്കടിയിലൂടെയാണ്. നഗരത്തിന്റെ ഭംഗി നശിപ്പിക്കുന്ന കേബിൾ കൂട്ടമോ വൈദ്യുത പോസ്റ്റുകളോ ഇല്ല. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് കാഴ്ച മറയ്ക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. അതിന് പരിഹാരമായി സ്മാർട്ട് റോഡുകളിൽ ആന്റി ഗ്ലെയർ മീഡിയനുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്കായി വീതിയുള്ള നടപ്പാതകളും സൈക്കിൾ യാത്രികർക്ക് പ്രത്യേക പരിഗണന നൽകി പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയ സൈക്കിൾ ട്രാക്കുകളുമുണ്ട്. ഇതെല്ലാം കേന്ദ്ര മാർഗനിർദ്ദേശത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയത് തന്നെയാണ്. ഇത്തരമൊരു പദ്ധതിയുടെ പരസ്യത്തിലാണ് കേന്ദ്രത്തെ കേരളം മറന്നിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരി ലോകമാകെ ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് സ്മാർട്ട് റോഡുകളുള്ള നഗരമായി മാറുകയാണെന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സ്മാർട്ട് റോഡിലൂടെ നൈറ്റ് വാക്ക് നടത്തിക്കൊണ്ടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കേരളത്തിലുടനീളം 62 പുതിയ റോഡുകളാണ് മുഖ്യമന്ത്രി സമർപ്പിച്ചത്. ഇതിൽ 12 റോഡുകൾ തിരുവനന്തപുരത്തേതാണ്. എന്നാൽ ഈ റോഡുകളെല്ലാം കേന്ദ്ര പദ്ധതിയും അതിനിടെ പരസ്യത്തിലെ ചിത്രത്തിലുള്ളത് പോലുള്ള സ്മാർട്ട് റോഡുകൾ എവിടെയാണുള്ളത് എന്ന ചോദ്യവും ഉയരുന്നു. ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ളവയാണ് സ്മാർട്ട് റോഡുകളെങ്കിൽ ആ റോഡുകൾ ഏതൊക്കെയാണെന്ന് കൂടി പറഞ്ഞു തന്നാൽ ഉപകാരമായേനെ. നന്ദി എന്നാണ് ശ്രീജിത്തിന്റെ പോസ്റ്റ്. ഇരുവശവും കൈവരിയോട് കൂടിയ നടപ്പാതയിൽ കാഴ്ച പരിമിതർക്ക് ശബ്ദ സഹായത്തോടെ നടക്കാൻ സഹായിക്കുന്ന ടോക്ക് ടൈലുകൾ പാകുമെന്നൊക്കെ സർക്കാർ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കാൻ ആൽത്തറ മുതൽ തൈക്കാട് ഗസ്റ്റ് ഹൗസ് വരെ നടപ്പാതയോട് ചേർന്ന സൈക്കിൾ ട്രാക്കുമുണ്ട്. പക്ഷെ തീരെ വീതി കുറഞ്ഞ ട്രാക്കിലൂടെ ആർക്കും സൈക്കിൾ ഓടിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് വസ്തുത. എതിർവശത്തു നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റിൽ നിന്ന് രക്ഷിക്കാൻ മീഡിയനിൽ ഉടനീളം ആന്റി ഗ്ലെയർ മീഡിയനുകളും ഉണ്ടാകും. കുടിവെള്ളത്തിനോ സ്വീവേജ് ലൈനിനോ വേണ്ടി നിരന്തരം റോഡ് വെട്ടിപ്പൊളിക്കുന്ന ഏർപ്പാടും സ്മാർട്ട് റോഡിൽ ഇല്ല. കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും 488 കോടി വീതമടങ്ങിയ 1135 കോടിയുടേതാണ് തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി വികസന പദ്ധതി. 2017 സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിൽ 40 വലിയ റോഡുകളും സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന്റെ കീഴിൽ 40 റോഡുകളുമാണ് നവീകരിക്കാൻ തീരുമാനിച്ചത്. ഇതിന് 8 കൊല്ലത്തോളം സമയമെടുത്തു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ ചുളുവിൽ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കുകയാണ് മരുമകൻ റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനും.